സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിത്രം കാണിച്ചിട്ട് ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കപ്പെടും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ, അള്ളാഹുവിനെ വിശ്വസിച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ടതുപോലെ പഠിച്ച്, അള്ളാഹുവിനെ വഴിപ്പെടേണ്ടതുപോലെ വഴിപ്പെട്ട്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ, മലക്കുകൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യൻ മറുപടി പറയും, അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് അള്ളാഹുവാണ്, എൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ്, എൻ്റെ ഖാലിഖ് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ലോകത്ത് ജീവിച്ചത്. വൽ ഇസ്ലാമു ദീനി, എൻ്റെ മതം, ഞാൻ വിശ്വസിച്ച, ഞാൻ അനുസരിച്ച, ഞാൻ വഴിപ്പെട്ട മതം അത് പരിശുദ്ധ ഇസ്ലാമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രൂപം കാണിക്കുമ്പോൾ പറയും, ഇതെൻ്റെ പ്രവാചകനാണ്, ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ്, ഈ പ്രവാചകനെ പിൻപറ്റിയാണ് എൻ്റെ ജീവിതം ഞാൻ കഴിച്ചുകൂട്ടിയത് എന്ന് മുഅ്മിനായ മനുഷ്യൻ പറയും. ഈ സമയത്ത് ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും, അൻ സദഖ അബ്ദി ഫഅഫ്രിശൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും, എൻ്റെ ദാസൻ പറഞ്ഞത് സത്യമാണ്, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്, അവൻ എന്നെ വഴിപ്പെട്ട് ജീവിച്ചവനാണ്, എൻ്റെ ദീൻ ജീവിതത്തിൽ മുറുകെ പിടിച്ചവനാണ്, അതുകൊണ്ട് അവൻ പറഞ്ഞത് സത്യമാണ്. ഫഅഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗത്തിൻ്റെ വിരിപ്പുകൾ അവൻ്റെ ഖബറിലേക്ക് നിങ്ങൾ വിരിച്ചു കൊടുക്കുക. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൻ്റെ വസ്ത്രങ്ങൾ അവനെ നിങ്ങൾ ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അവൻ്റെ ഖബറിലേക്ക് ഒരു വാതിലിനെ തുറന്നിട്ട് കൊടുക്കുക. സ്വർഗത്തിൻ്റെ സുഖങ്ങളും അതിൻ്റെ പരിമളങ്ങളും അവൻ്റെ ഖബറിൽ കിടന്ന് ആസ്വദിക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ മലക്കുകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഉത്തരം പറയാത്ത ആളുകളെ അടിക്കുന്നതിന് വേണ്ടി ദണ്ഡുമായിട്ടാണ്, ഇരുമ്പിൻ്റെ വലിയ ദണ്ഡുമായിട്ടാണ് വരുന്നത്. ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കപ്പെടുമ്പോൾ അവൻ ശരിയായ ഉത്തരമാണ് പറയുന്നതെങ്കിൽ ഈ ദണ്ഡ് കൊണ്ട് ഖബറിൻ്റെ രണ്ട് വശത്തേക്കും അടിക്കും. അവന്റെ കണ്ണ് എത്തുന്ന അത്രയും കണ്ണെത്തുന്ന ദൂരത്തിനേക്കാൾ അവന്റെ ഖബറിനെ രണ്ട് ഭാഗത്തേക്കും വിശാലമാക്കപ്പെടും. എന്നിട്ട് ഈ മലക്കുകൾ പറയും, നംകനൗമത്തിൽ അറൂസ് അല്ലദീ ലാ യൂഖിദുഹു ഇല്ലാ അഹബ്ബു അംരിഹി ഇലൈക്. ഈ മാലാഖമാര് പറഞ്ഞിട്ട് പോകും, പുതിയ ആപ്പിള ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങുക. നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളല്ലാതെ നിന്റെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയില്ല. ഹദീസിൽ വരുന്നുണ്ട്, ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസ്യങ്ങൾ പറയുന്നുണ്ട്, മലക്കുകൾ വന്നിട്ട് അള്ളാഹുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ ഇവനോട് പറയും, നംകനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ സ്വസ്ഥമായി സുഖമായിട്ട് നീ ഉറങ്ങിക്കൊള്ളാൻ ഈ മനുഷ്യനോട് പറയും. പുതിയാപ്പിള ആദ്യ രാത്രിയിൽ ഉറങ്ങുന്നത് പോലെ എത്ര ഒറ്റയ്ക്ക് കിടന്നാലും ഉറക്കം വരുത്തില്ല, ഇങ്ങനെ നോക്കിയിരിക്കും. ഭാര്യ വരുന്നുണ്ടോ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രിയാണ്, ഭാര്യയെ കാത്ത് ഭാര്യ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കും ഉറങ്ങാതെ. എന്തെങ്കിലും ചെറിയ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാര്യയായിരിക്കും വരുന്നത് എന്ന് വിചാരിച്ച് ഉറങ്ങാൻ കിടന്നാൽ പോലും പെട്ടെന്ന് ചാടി എഴുന്നേക്കും. കാറ്റടിച്ച് വാതിലെങ്ങാണം തുറന്നു കഴിഞ്ഞാൽ അപ്പോഴും ഒന്ന് മയങ്ങിപ്പോയാൽ പെട്ടെന്ന് ചാടി എഴുന്നേക്കും, തൻ്റെ ഭാര്യയെ കാത്ത് ഭാര്യ തൻ്റെ അടുക്കലേക്ക് വരുന്നു എന്ന പ്രതീക്ഷയിൽ. ഇങ്ങനെ ആയിരിക്കും, ആദ്യ രാത്രിയിൽ ഉറങ്ങൂല. മുഹദ്ദിസ്യങ്ങൾ പറയുന്നുണ്ട്, ഈ മനുഷ്യർ ഖബറിൽ കിടന്നിട്ട് ഉറങ്ങില്ല, ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. മലക്കുകൾ പറഞ്ഞിട്ട് പോകും, നിന്റെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്നത് നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കുമെന്ന് മലക്കുകൾ പറഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ഇവർ ഉറങ്ങുകയില്ല. അല്ലാതെ പുതിയാപ്പിള ഉറങ്ങുക എന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ട് ഖബറിൽ കിടന്നിട്ട് നമ്മളൊക്കെ ക്ഷീണത്തിൻ്റെ പേരിലൊക്കെ ഉറങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ ഉറക്കഗുളിയൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്നത് പോലെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നല്ല. ഈ മനുഷ്യനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും, സമയം പോകുന്നത് അറിയുകയേയില്ല. പ്രതീക്ഷിച്ചിരിക്കും, തൻ്റെ ഭാര്യയെ കാത്ത്
തൻ്റെ ഭാര്യയെ കാത്ത് ആദ്യ രാത്രിയിൽ ഒരു ഭർത്താവ് ഇരിക്കുന്നത് പോലെ ഈ മനുഷ്യനും ഇങ്ങനെ ഉറങ്ങാതെ മയങ്ങിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി എഴുന്നേക്കും, ഞെട്ടി എഴുന്നേക്കും. എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ, കാറ്റടിച്ച് വാതിൽ തുറന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെറിയ ഒച്ച കേട്ട് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയായിരിക്കും വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കും. ഇതേപോലെ കബറിൽ കിടന്നുറങ്ങുകയില്ല, ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. ഹദീസിൽ വരുന്നുണ്ട്, അവസാനം ഈ മനുഷ്യൻ ചെയ്ത സാലിഹായ അമലുകൾ ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ ഇവൻ്റെ കബറിലേക്ക് വരും. ഹദീസിൽ വരുന്നുണ്ട്, ഈ മനുഷ്യൻ ഈ പെണ്ണിനെ കണ്ടിട്ട് ഈ പെണ്ണിൻ്റെ കഴുത്തിൽ മുത്തിൻ്റെ മാലയുണ്ടായിരിക്കും. ഈ മാലയിൽ ഈ മനുഷ്യൻ കയറി പിടിക്കും. ഹദീസിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യൻ പിടിക്കാൻ കാത്തിരിക്കുന്നത് പോലെ ഈ മനുഷ്യൻ ആ മാലയിൽ തൊടുന്നതും ആ മാല പൊട്ടി കബറിലേക്ക് വീഴും. ഈ മനുഷ്യൻ പെട്ടെന്ന് പേടിച്ചു പോകും, വെപ്രാളപ്പെട്ടു പോകും. ആദ്യ രാത്രിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ മാല വലിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാൽ നാണക്കേടാണ്. അതുകൊണ്ട് പെട്ടെന്ന് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഈ മുത്തിങ്ങനെ പറക്കാൻ തുടങ്ങും. ഈ മുത്ത് പറക്കിയെടുക്കാൻ വേണ്ടി തുടങ്ങും. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഈ മുത്ത് പറക്കിയെടുത്ത് തീരുന്നതിന് മുമ്പേ ഇസ്രാഫീൽ സൂറിലൂതും. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഖബറിലെ ജീവിതം ഇത്ര കുറഞ്ഞ രീതിയിലേ അനുഭവപ്പെടുകയുള്ളൂ. ആദ്യ രാത്രിയിൽ ഭർത്താവ് റൂമിലേക്ക് കയറി ഭാര്യയെ കാത്തിരുന്നു. 2 മണിക്കൂറായാലും 5 മണിക്കൂറാണെങ്കിലും സമയം പോകുന്നത് അറിയത്തില്ല, അല്ലേ? ഖുർആനൊക്കെ ഓതാനിരുന്നാൽ 5 മിനിറ്റ് ഓതിക്കഴിഞ്ഞാൽ നമുക്കെന്തോ 5 മണിക്കൂർ ഓതിയതുപോലെ. അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഉസ്താദ് എന്തെങ്കിലും ഓതി ഒരു 2 മിനിറ്റ് നിസ്കാരത്തിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ കൂടിപ്പോയതുപോലെ നമുക്കൊക്കെ തോന്നും. അതൊക്കെ നമ്മുടെ ഈമാനിൻ്റെ കുഴപ്പമാണ്. പക്ഷെ ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യയെ പ്രതീക്ഷിച്ചിരിക്കുമ്പം 5 മണിക്കൂർ പോയാലും സമയം പോകുന്നത് അറിയില്ല, 5 മിനിറ്റ് പോയതുപോലെ തോന്നത്തുള്ളൂ. ഇതേപോലെ ആയിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഖബറിലെ ജീവിതം. ഭാര്യയെ പ്രതീക്ഷിച്ച് ഭർത്താവ് ഇരിക്കുന്നത് പോലെ ഇവൻ്റെ ഖബറിൽ ഇരിക്കും. അവസാനം ഇവൻ്റെ സാലിഹായ അമലുകൾ ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ ഇവൻ്റെ ഖബറിലേക്ക് വരും. ഖബറിലേക്ക് വന്നിട്ട് ഈ പെണ്ണിൻ്റെ മാലയിൽ ഇവൻ പിടിക്കും. ഈ മാല പൊട്ടി വീഴും. ഈ മാലയുടെ മുത്തുകൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പറക്കിയെടുക്കുന്നതിനും എടുത്ത് തീരുന്നതിന് മുമ്പ് ഇസ്രാഫീൽ സൂറിലൂതും. ഖിയാമത്ത് നാളായി. വീണ്ടും ഇസ്രാഫീൽ ഊതും. മഹ്ശറയിലേക്ക് അവനെ അയക്കപ്പെടും. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ, സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ഖബറിലെ ജീവിതം. ഇത്രയും ചുരുങ്ങിയ രീതിയിലേ അനുഭവപ്പെടുകയുള്ളൂ. ഖബറിൽ കിടന്ന് പ്രയാസം അനുഭവിക്കേണ്ടതില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒറ്റയ്ക്കാണ്, ഖബറിൽ കിടക്കും, ഒറ്റയ്ക്ക് ഖബറിൽ കിടന്ന് വിഷമിക്കും. ബന്ധുക്കൾ പോകുന്ന സന്ദർഭത്തിൽ, മക്കൾ പോകുന്ന സന്ദർഭത്തിൽ, ചെറുമക്കൾ പോകുന്ന സന്ദർഭത്തിൽ ഖബറിൽ കിടന്ന് തേങ്ങും, വിഷമിക്കും. ആരുമില്ലല്ലോ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഖബറിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ആ ഖബറാളികളായ ആളുകളുടെ ബന്ധുക്കൾ അവൻ്റെ ഖബറിൻ്റെ അരികിലേക്ക് ചെന്നിരിക്കുകയും അവന് വേണ്ടി ദുആ ചെയ്യുകയും അവനോട് സലാം പറയുകയും അവന് വേണ്ടി ഖുർആൻ ഓതുകയും ദിക്ർ ചൊല്ലുകയും ഒക്കെ ചെയ്തിട്ട് അല്പസമയം അവൻ്റെ ഖബറിൻ്റെ അടുക്കൽ ഇരിക്കണം. ഖബറിൻ്റെ അടുക്കൽ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതകാലത്ത് ഒരു ബന്ധുവിനെ സന്ദർശിക്കുന്നത് പോലെ ഈ ഖബറാളിക്ക് അനുഭവപ്പെടുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഖബറിൻ്റെ വിഷമങ്ങൾ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ 50 കൊല്ലമായിരിക്കും, 100 കൊല്ലം, 1000 കൊല്ലം ഒക്കെ ഖബറിൽ കിടക്കേണ്ടി വരും. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യയെ പ്രതീക്ഷിച്ചിരിക്കുന്നു, സമയം പോകുന്നത് അറിയുന്നില്ല. ആ അവസാനത്തിൽ ഭാര്യ കയറി വരുന്നു, ഭാര്യയുടെ മാല പൊട്ടി വീഴുന്നു. രണ്ടുപേരും കൂടി വെപ്രാളത്തിൽ ഈ മാലയുടെ മണികൾ പറക്കി തീർത്ത് കോർക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഇസ്രാഫീൽ സൂറിൽ ഊതുന്നു. ഇതായിരിക്കും ഒരു മനുഷ്യൻ്റെ, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഖബറിൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവപ്പെടുന്ന ദൈർഘ്യം ഇത്രയുമുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ 200 വർഷം 300 വർഷമൊക്കെ ഖബറിൽ കിടക്കും, 1000 വർഷം ഖബറിൽ കിടക്കും. പക്ഷെ അവരറിയുന്നില്ല ഇതൊന്നും. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഖബറിൻ്റെ ജീവിതത്തിലെ അവസ്ഥ. ഖബറിൻ്റെ ശിക്ഷകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. വിശദമായിട്ട് തന്നെ 1.5 മണിക്കൂർ നമ്മൾ പറഞ്ഞു. ഈ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. ആരെങ്കിലും ആ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, അത് മനഃപ്പാഠമാക്കിയാൽ, അതെല്ലാ ദിവസവും പാരായണം ചെയ്താൽ അവൻ്റെ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അവനെ ആ സൂറത്ത് തടുക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അത് തുടങ്ങുന്നത് തബാറകല്ലദീ എന്ന് പറഞ്ഞാണ്.
അല്ലേ? നമ്മളൊക്കെ ഓതുന്ന, അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ നമ്മളൊക്കെ ഓതിയിരുന്ന, ഇന്നൊന്നും നമ്മുടെ വീടുകളിലൊന്നും അതൊന്നും ഓതാറില്ല. പഴയ കാലത്തൊക്കെ നമ്മുടെ വാപ്പമാർ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറകൾ അവരൊക്കെ കർശനമായ രീതിയിൽ നമ്മളെക്കൊണ്ട് ഓദിച്ചിരുന്ന സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓതിക്കഴിഞ്ഞാൽ അത് ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷിക്കും. ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് അവനെ കാക്കാൻ, അവനെ സംരക്ഷിക്കാൻ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓതുന്നത് കാരണമാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി മരിച്ചുപോയ ആളുകൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ 3 അമലുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ അമലുകളും മുറിഞ്ഞു പോകുന്നതാണ്. ബാക്കി മുഴുവൻ അമലുകളുടെയും പ്രതിഫലം മുറിഞ്ഞു പോകുന്നതാണ്. 3 അമലുകളുടെ പ്രതിഫലം അവൻ്റെ ഖബറിലേക്ക് അനുസ്യൂതം അവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും, മുറിഞ്ഞു പോവുകയില്ല. ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇൽമുൻ യൻഫഉഹു, അവൻ ഉപകാരം ചെയ്ത നാഫിആയ ഇൽമ്, അവൻ പഠിച്ച ഇൽമനുസരിച്ച് അമൽ ചെയ്തു, ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു ആലിം അവൻ ഇൽമ പഠിച്ചു, ഒരു മുതഅല്ലിം ഇൽമ പഠിച്ചു, ഇൽമ പഠിച്ചിട്ട് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തു, ആർക്കെങ്കിലും കുറച്ച് അറിവുകൾ പറഞ്ഞു കൊടുത്തു. ഈ പറഞ്ഞു കൊടുത്ത ആളുകൾ അവർ ചെയ്യുന്ന മുഴുവൻ നന്മയുടെയും കൂലി ഈ മനുഷ്യൻ്റെ ഖബറിലേക്കെത്തും. ഇവൻ മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്കെത്തും. ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ഒരു സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു, ഒരു ദീനിൻ്റെ നിയമം പഠിപ്പിച്ചു കൊടുത്തു, ഒരു മസ്അല പഠിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അത് കേട്ട് അതനുസരിച്ച് ആരൊക്കെ പ്രവർത്തിക്കുന്നോ അതിൻ്റെ എല്ലാം കൂലി ഈ പറഞ്ഞു കൊടുത്ത ആളിന് കിട്ടും. ഇനി ഈ കേട്ട ആള് മറ്റാർക്കെങ്കിലും പറഞ്ഞു കൊടുത്തു, അവർ ചെയ്യുന്നതിൻ്റെ കൂലിയും ഈ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദാല്ലു അലൽ ഖൈരി കഫാഇലിഹി, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, നന്മ അറിയിച്ചു കൊടുക്കുന്നവൻ, അവൻ അത് ചെയ്ത ആൾക്ക് കിട്ടുന്ന അതേ കൂലി ഈ നന്മ പറഞ്ഞു കൊടുക്കുന്ന ആളിനും ലഭിക്കും. നേരെ മറിച്ച് തിന്മയാണ് ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സന്ന ബിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ കാന ലഹു വിസ്റുഹു വ വിസ്റു മൻ അമില ബിഹി. ആരെങ്കിലും ഒരു തിന്മ ഈ ലോകത്ത് പ്രചരിപ്പിച്ചു, ആരെങ്കിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യം ഈ ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ അവതരിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മനുഷ്യനെ വഴിതെറ്റിച്ചു, ഒരു മനുഷ്യനെ തിന്മയിലേക്ക് കൈപിടിച്ച് നടത്തി, നമസ്കരിച്ചു കൊണ്ടിരുന്ന, പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന, ദീൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ആരെങ്കിലും ആ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് മോശമായ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിട്ടാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആര് കാരണമാണോ ആ മനുഷ്യൻ തിന്മയിലേക്ക് പോയത്, അവനാ തിന്മയുടെ ശിക്ഷ ഈ മനുഷ്യന് കിട്ടുന്നത് പോലെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അവൻ വേറെ ആർക്കെങ്കിലും ഈ തിന്മ അറിയിച്ചു കൊടുത്താൽ അതിൻ്റെ എല്ലാം ശിക്ഷ ഈ മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കും. മഹാനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഹാബീലിനെ കൊന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകത്ത് ആദ്യമായിട്ട് കൊല നടപ്പിലാക്കിയത് ഖാബീലാണ്. ലോകത്തിന് ആരെല്ലാം കൊല നടപ്പിലാക്കുന്നോ അതിൻ്റെ എല്ലാം ശിക്ഷയുടെ ഒരു പങ്ക് ഖാബീലിന് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് കൂലി കിട്ടുന്ന ഒരു അമലാണ് ആർക്കെങ്കിലും ഒരു നന്മ പറഞ്ഞു കൊടുക്കൽ, ആരെയെങ്കിലും ഒരു നന്മ പഠിപ്പിച്ചു കൊടുക്കൽ, ഒരു മനുഷ്യന് നന്മയുടെ വഴി കാണിച്ചു കൊടുക്കൽ. ഈ സമുദായത്തിന്റെ ബാധ്യതയും അതാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഉണ്ടാകണം, അവരുടെ ജോലി ആളുകൾക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കലും തിന്മ ചെയ്യുന്ന ആളുകളെ തിന്മയിൽ നിന്ന് തടയലുമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ ഒരു പ്രാവശ്യം മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വന്നു.
തങ്ങളുടെ മുഖം വല്ലാതെ ചുവന്നിരുന്നു. തങ്ങളുടെ മുഖത്തിന്റെ ഭാവം മാറിപ്പോയി. അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിലേക്ക് കയറി നിന്നു. ആയിഷ ബീവി പറയുകയാണ്, ഞാൻ എൻ്റെ ചെവി മദീന പള്ളിയുടെ ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറി നിന്ന് ഖുതുബ ഓതിക്കൊണ്ട് സഹാബാക്കളോട് പറയുകയാണ്, സഹാബ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകൾക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കുകയും അവരെ തിന്മയിൽ നിന്ന് തടയുകയും ചെയ്തു കൊള്ളണം. നിങ്ങളത് ചെയ്തില്ല എങ്കിൽ ആളുകളുടെ ഇടയിൽ തിന്മ വ്യാപിച്ചു പോയാൽ, നന്മയിൽ നിന്ന് ആളുകൾ അകന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളോട് അക്രമം കാണിക്കുന്ന ഭരണാധികാരികളെ നിങ്ങളുടെ മേൽ അല്ലാഹു അടിച്ചേൽപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു സമുദായം മുഴുവനും അധപ്പതനത്തിന്റെ വക്കിലേക്ക് പോയി. ആ സമുദായത്തിൽ കാര്യബോധമുള്ള, കാര്യപ്രാപ്തിയുള്ള, പടച്ചവനെ പേടിയുള്ള, ദീനുള്ള, ഇൽമുള്ള ആളുകൾ ഉണ്ടായിട്ട് ആ സമുദായത്തെ തിന്മയിൽ നിന്ന് തടഞ്ഞില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അക്രമകാരികളായ ഭരണാധികാരികളെ നിങ്ങളുടെ മേൽ അല്ലാഹു അടിച്ചേൽപ്പിക്കും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സാലിഹീങ്ങളായ ആളുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും. പക്ഷേ വലാ യുസ്തജാബു ലഹും, അവരുടെ ദുആയിക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് ഉത്തരം കാണുകയില്ല, അല്ലാഹു സ്വീകരിക്കുകയില്ല. ആളുകൾ മുഴുവനും തിന്മയിലായിട്ട് കഴിഞ്ഞുകൂടുന്നു. ദീനുള്ള ആളുകൾ സ്വന്തം കാര്യം മാത്രം നോക്കി കഴിഞ്ഞുകൂടുന്നു. ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്രമകാരികളായ ഭരണാധികാരികളെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സാലിഹീങ്ങൾ ദുആ ചെയ്താൽ പോലും നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണം. ഒരാളോട് നന്മയുടെ ഒരു വാക്ക് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഒരു നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഒരായത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിനക്ക് ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെ കിട്ടുന്നതിനേക്കാളും ഖൈറാണ്. ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. അതല്ലാതെ നമ്മൾക്ക് നിസ്കാരമുണ്ട്, വേറെ ഒന്നും വേണ്ട, 5 വക്തും നമ്മൾ നിസ്കരിക്കും, നമ്മൾ നോമ്പ് പിടിക്കും, സകാത്ത് കൊടുക്കും. പക്ഷേ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചങ്ങാതിമാർ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാദികൾ ഇവർ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുകയാണെങ്കിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒരു നാടിനെ തല കീഴ്മേലായി മറിച്ചിടുവാൻ വേണ്ടി പറഞ്ഞു. ഈ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി ഇന്ന ഫീഹി മഅബ്ദുക ഫുലാനുൻ, അല്ലാഹുവേ ഇന്ന ഫീഹിം അബ്ദക ഫുലാനുൻ, നിന്റെ ഒരടിമ, നിന്റെ ഒരു ദാസൻ ആ ആളുകളുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട്. ലാ യസിക തർഫതു ഐനിൻ ഖതു, ഒരു കണ്ണ് ചിമ്മുന്ന സമയം പോലും നിന്നോട് ധിക്കാരം കാണിക്കാത്ത, നിനക്ക് വേണ്ടി ദിക്ർ ചെയ്യുന്ന, നിനക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഇബാദത്തിലായി കഴിച്ചു കൂട്ടുന്ന ഒരു മനുഷ്യൻ ആളുകളുടെ ഇടയിലുണ്ട്. ഞാൻ ആ നാടിനെ തല കീഴ്മേലായി മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനും നശിച്ചു പോകും. ഈ സമയത്ത് അല്ലാഹു പറയുകയാണ്, ഇഖ്ലിബ്ഹാ അലൈഹി, ആ നാടിനെ തല കീഴ്മേലായി മറിച്ചിടുക. കാരണം ആ നാട്ടിലെ മുഴുവൻ ആളുകളും എന്നോട് ധിക്കാരം കാണിക്കുന്നത് കണ്ടിട്ട്, എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത് കണ്ടിട്ട് ആ മനുഷ്യന്റെ മുഖത്തിന്റെ നിറം പോലും മാറിയില്ല. അല്ലേ? ആളുകളൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി, നിങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ കൈകൊണ്ട് നിങ്ങൾ തടയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനി, നിങ്ങൾക്ക് അത് പറ്റുന്നില്ല, നാവ് കൊണ്ട് നിങ്ങൾ തടയണം. ഫഇല്ലം യസ്തതി ഫബിഖൽബി, അത് പറ്റുന്നില്ല, ഹൃദയത്തിൽ അതൊരു തെറ്റാണ്, അത് മോശമാണെന്നുള്ള ചിന്തയെങ്കിലും ഉണ്ടാകണം. ഇന്ന് ഈ സമുദായത്തിന് അതുപോലും നഷ്ടപ്പെട്ടു പോയി. തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു മാനസിക അവസ്ഥയില്ല. നബി തങ്ങൾ പറഞ്ഞു, ഫദാലിക അദ്അഫുൽ ഈമാൻ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് കണ്ടിട്ട് അവൻ തടയുന്നില്ല, പക്ഷേ ഹൃദയത്തിൽ അത് തെറ്റാണെന്നുള്ള ചിന്ത ഒരു മനുഷ്യന് വരുന്നെങ്കിൽ അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. അതിന്റെ താഴേക്ക് ഈമാൻ ഇല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നന്മ പഠിപ്പിച്ചു കൊടുക്കണം. ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്താൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. രണ്ടാമതായിട്ട് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു,
അവന് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനങ്ങൾ അവർ ചെയ്യുന്ന ദുആയുടെ പ്രതിഫലം അവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അല്ലേ? നമ്മുടെ മക്കൾ, അവരെ ഖുർആൻ പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം, നമസ്കാരമുള്ളവരാക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാക്കണം, ഖുർആൻ ഓതുന്നവരാക്കണം. ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് അവർ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് കിട്ടും. അതല്ല മദ്രസയിലും വിട്ടില്ല, പഠിക്കാൻ ദർസിലും വിട്ടില്ല, ഓതാനും വിട്ടില്ല, വിദ്യാഭ്യാസത്തിൻ്റെ പുറകിൽ മാത്രം. മദ്രസയിൽ വിട്ടാൽ അരമണിക്കൂർ മദ്രസയിൽ വിട്ട് കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ A+ ആയി പോവും. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 48 മാർക്കുണ്ടായിരുന്നു 50-ൽ മദ്രസയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മദ്രസയും കൂടെ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ 50 മാർക്കാകുമെന്ന് പറഞ്ഞ് 2-ലും 3-ലും പഠിക്കുന്ന കുട്ടികളുടെ മദ്രസയും നിർത്തി അവരെ ഖുർആനും പഠിപ്പിക്കാതെ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പിറകിൽ മാത്രമായിട്ട് അവരെ നടത്തിക്കഴിഞ്ഞാൽ നാളെ ഖബറിൽ ചെന്ന് കിടന്നിട്ട് ഞാനും നിങ്ങളും ഖേദിക്കേണ്ടി വരും. തിരിഞ്ഞു നോക്കില്ല. ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ആപ്പായിക്ക് 45-50 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നില്ല. മക്കൾ പറയുന്ന കേട്ട് അനുസരിച്ച് മക്കളുടെ അടിമകളായിട്ട് വീട്ടിൽ ജീവിക്കാമെങ്കിൽ ജീവിച്ചോണം, ഇല്ലെങ്കിൽ വല്ല യതീംഖാനയിലോ വൃദ്ധസദനത്തിലോ ഒക്കെ കൊണ്ടിടുന്ന കാലം. ജീവിച്ചിരിക്കുമ്പോഴേ ഇങ്ങനെയാണെങ്കിൽ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ സംസ്കാരം പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ആ ഭാഗം ചർച്ച ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയാം. അപ്പൊ രണ്ടാമതായിട്ട് ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞു വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനങ്ങൾ. മൂന്നാമതായിട്ട് സദഖത്തുൻ ജാരിയത്തുൻ, അവൻ ചെയ്ത ജാരിയായ സദഖ. പള്ളിക്ക് വേണ്ടി, പള്ളി നിർമ്മിക്കാൻ വേണ്ടി കുറച്ച് സംഭാവന നൽകി, അല്ലെങ്കിൽ പള്ളിയിൽ ഒരു ഫാൻ മേടിച്ചു വെച്ചു, പള്ളിയിൽ ഒരു ലൈറ്റ് മേടിച്ചിട്ടു. അതാരെല്ലാം ഉപയോഗിക്കുന്നു? മസ്ജിദ് നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണിഞ്ഞ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൈസ മേടിച്ചാ പണിഞ്ഞത്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ നിസ്കരിക്കുന്നോ അതിൻ്റെയൊക്കെ പ്രതിഫലം അബൂബക്കറിന് കിട്ടും. എത്രയാ? ഒരു ദിവസം 10-20 ലക്ഷം ആളുകളാ ഒരു വഖത്തിന് നമസ്കരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കൂലി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജാരിയായ സദഖ, പള്ളിയിൽ ഒരു ലൈറ്റ് മേടിച്ചിട്ടു, ആരൊക്കെ അതിൻ്റെ വെട്ടം പ്രയോജനപ്പെടുത്തുന്നോ നമ്മുടെ മരണശേഷവും അതിൻ്റെ എല്ലാം കൂലി ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ഫാൻ മേടിച്ചിട്ടു, അതിൻ്റെ കാറ്റ് ആരൊക്കെ പള്ളിയിൽ വന്ന് കൊള്ളുന്നോ അതിൻ്റെ കൂലി നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പള്ളി പണിയാൻ വേണ്ടി കുറച്ച് സംഭാവന നൽകി, ആരൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നോ അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. ദറസിലേക്ക് സംഭാവന നൽകി അവിടെ വന്ന് പഠിച്ചിട്ട് പോകുന്ന മുത്താലിമീങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പൈസ നൽകി. ആഹാരം കഴിച്ചിട്ട് അവർ ലോകത്ത് ഇൽമിയായ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്നു, എന്തൊക്കെ നന്മകൾ അവർ മുഖേന പ്രചരിപ്പിക്കപ്പെടുന്നു, അതിൻ്റെയൊക്കെ ഒരു ഓഹരി നമ്മുടെ ഖബറിലേക്ക് എത്തും. മരിച്ചു കഴിഞ്ഞ് കൂലി കിട്ടുന്ന നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 3 അമലുകളിൽ ഒരെണ്ണമാണിത്. ദർസിന് വേണ്ടി ഒരു കെട്ടിടം പണിഞ്ഞു, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കെട്ടിടം പണിഞ്ഞു. അവിടെ ആരൊക്കെ ഖിയാമത്ത് നാൾ വരെ പഠിക്കുന്നോ, അല്ലെങ്കിൽ അവിടെ പഠിച്ച ആളുകൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നോ അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം നൽകി, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, ആ ആഹാരത്തിൻ്റെ അംശം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവൻ ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂലി, അതിൻ്റെ ഒരു പങ്ക് ഈ കൊടുത്ത മനുഷ്യനും കിട്ടിക്കൊണ്ടിരിക്കും. വ്യക്തമായിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്തു, ആ വസ്ത്രം ഇട്ടുകൊണ്ട് ആ മനുഷ്യൻ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നോ അതിൻ്റെ കൂലി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വാങ്ങിക്കൊടുത്ത മനുഷ്യന് ലഭിക്കും. കിണർ കുത്തി കൊടുത്തു, ആ കിണറ്റിൽ നിന്ന് ആരൊക്കെ വെള്ളം കുടിക്കുന്നു അതിൻ്റെ കൂലി ഈ കിണർ കുത്തി കൊടുത്ത മനുഷ്യന് കിട്ടും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സഹാബി വന്നിട്ട്, നബിയെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നദി നീ ഒഴുക്കുക, ഒരു ജലാശയം നീ ഉണ്ടാക്കി കൊടുക്കുക, ഒരു കിണർ നീ കുത്തുക. ആ കിണറ്റിൽ നിന്ന് ആരൊക്കെ വെള്ളം കുടിക്കുന്നോ അതിൻ്റെ കൂലി ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പൊതുജനത്തിന് വേണ്ടി, നല്ല ആളുകൾക്ക് വേണ്ടി, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി
നന്മ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, അവരുടെ ഉപകാരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഹദീസിൽ വരുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു മരം നട്ടുപിടിപ്പിച്ചു, എന്നിട്ട് അവൻ മരിച്ചുപോയി. ആ മരത്തിൽ നിന്ന് ആരൊക്കെ അതിൻ്റെ ഫലങ്ങൾ തിന്നുന്നോ അതിൻ്റെ പ്രതിഫലം, സദഖയുടെ പ്രതിഫലം ഇവൻ്റെ കബറിലേക്ക് ലഭിക്കും. എത്രത്തോളം? ഒരു കിളി വന്നിട്ട് അതിൻ്റെ ഒരു പഴം കൊത്തി തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലവും ഈ മനുഷ്യൻ്റെ കബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്നു. ഖിയാമത്ത് നാൾ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു മരത്തിന്റെ തൈയുണ്ട്, അല്ലെങ്കിൽ ഒരു വിത്തുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇപ്പം ഖിയാമത്ത് നാൾ ആവുമെങ്കിലും നിങ്ങളത് കുഴിച്ചിട്ടേക്കണം. കാരണം അതിന്റെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം കിട്ടിയാൽ, കുല്ലു ദീ കബ്ദിൻ, പച്ച കരളുള്ള എന്ത് ജീവിയാണെങ്കിലും നിങ്ങൾ സദഖ ചെയ്യുന്ന, നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു മരത്തിൽ നിന്ന് കൊത്തിക്കഴിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ കുഴിച്ചു വെച്ച, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ജലാശയത്തിൽ നിന്ന് ഒരിറക്ക് വെള്ളം കുടിച്ചാൽ അതിൻ്റെ കൂലി നിങ്ങളുടെ കബറിലേക്ക് കിട്ടുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കബറിൽ ഉപകാരപ്പെടുന്ന 3 കാര്യങ്ങൾ: അവന് പ്രയോജനമുള്ള ഇൽമ്, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നല്ല അറിവുകൾ, ആ അറിവനുസരിച്ച് ലോകത്ത് ആര് പ്രവർത്തിച്ചാലും അതിൻ്റെ പ്രതിഫലം ഇവൻ്റെ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ മക്കൾ ചെയ്യുന്ന ദുആക്കൾ, മക്കൾ ചെയ്യുന്ന ദിക്റുകൾ, മക്കൾ നമുക്ക് വേണ്ടി ഖുർആൻ ഓതി കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഹദീസിൽ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കബറിന്റെ അടുക്കൽ കൂടി നടന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ഇന്ന സാഹിബ ഹാദൽ ഖബരി യുഅദ്ദബു ഫീ ഖബരിഹി, ഈ മനുഷ്യർ ഇവരുടെ കബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ 2 പച്ച മടൽ വെട്ടിയിട്ട് കബറിന്റെ മുകളിൽ കുത്തിവെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് 2 പച്ചയായിരിക്കുന്നിടത്തോളം കാലം ഈ മനുഷ്യന്റെ കബറിൽ അള്ളാഹു ശിക്ഷ ഇളവ് ചെയ്യപ്പെടും, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ ഇളവ് ചെയ്യപ്പെടും. മുഹദ്ദിസീങ്ങൾ പറയുന്നു, ഈ മരങ്ങൾ, ഈ കമ്പുകൾ പച്ചയായിരിക്കുമ്പോൾ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂലിയുടെ പേരിൽ, അതിൻ്റെ ബറക്കത്തിൻ്റെ പേരിലായിരിക്കും ഇവൻ്റെ കബറിൽ ശിക്ഷ ഇളവ് ചെയ്യപ്പെടുന്നത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ കബറടക്കിയതിനു ശേഷം ഫസബ്ബഹൻ നബിയു, അല്ലാഹുവിന്റെ റസൂൽ തസ്ബീഹ് ചെയ്തു. ഫസബ്ബഹനാ തവീല, ഞങ്ങളും ഉറക്കെ തസ്ബീഹ് വിളിച്ചു. ഫകബ്ബറൻ നബിയു, അല്ലാഹുവിന്റെ റസൂൽ തക്ബീർ വിളിച്ചു. ഫകബ്ബർനാ തവീല, ഞങ്ങളും ഉറക്കെ തക്ബീർ വിളിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യന്റെ ഖബർ, ഇന്ന ഹാദൽ ഖബറ, നിശ്ചയം ഈ മനുഷ്യന്റെ ഖബർ, ഈ സാലിഹായ മനുഷ്യന്റെ ഖബർ, ഈ മനുഷ്യനെയും ഞെരുക്കി ഞാൻ തസ്ബീഹ് ചൊല്ലിയതിൻ്റെ പേരിൽ, തക്ബീർ ചൊല്ലിയതിൻ്റെ പേരിൽ ഖബർ ഞെരുക്കാതെ വിട്ടു. ഇപ്പം നാളെ നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാലും നമുക്ക് തസ്ബീഹ് ചൊല്ലാൻ, നമുക്ക് വേണ്ടി തക്ബീർ ചൊല്ലാൻ, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമുക്ക് വേണ്ടി ഖുർആൻ ഓതാൻ, നമുക്ക് വേണ്ടി സദഖകൾ ചെയ്യാൻ പിൻഗാമികൾ നമുക്ക് വേണം. ആ രീതിയിൽ മക്കളെ, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കളെ നമ്മൾ വാർത്തെടുക്കണം. ഇല്ല എങ്കിൽ ഈ ഇന്നത്തെ കാലഘട്ടം മുൻഗാമികളായ ആളുകളൊക്കെ അവരൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം അവരൊക്കെ മരണപ്പെട്ടു പോയാലും അവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ ഈ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ ചെറുപ്പത്തിൽ, ഇന്നത്തെ സാഹചര്യമല്ല, ഖുർആൻ ഓതുമായിരുന്നു. ഖുർആൻ ഓതാൻ പഠിച്ചവർ, ദിക്ർ ചൊല്ലാൻ പഠിച്ചവർ, ദുആ ചെയ്യാൻ പഠിച്ചവർ. പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-3 മാർക്ക് കൂടുന്നതിന് വേണ്ടി 2-ലും 3-ലും 4-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ മദ്രസ പോലും നിർത്തിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നവർ. ഇവിടെ പിന്നെ കുഴപ്പമില്ല. ഇവിടെ ഞാൻ നോക്കിയിട്ട് 7 വരെ 8 വരെയൊക്കെ പിന്നെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. വേറെ പല സ്ഥലങ്ങളിലും 2-ാം ക്ലാസ്സിലും 1-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒക്കെ കുട്ടികളുടെ മദ്രസ നിർത്തിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടും. എത്രയോ കുട്ടികൾ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, പ്രായപൂർത്തിയായ എത്രയോ ആളുകൾ മദ്രസയിൽ പോകാത്തതിൻ്റെ പേരിൽ ഷഹാദത്ത് കലിമ പോലും ചെല്ലാൻ അറിയുകയില്ല. മഹാനായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനോട് ചോദിക്കപ്പെട്ടു, സുഇല ലിർറജുൽ മൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് ചോദിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. ഫഖദ് കഫറ,
അവൻ കാഫിറായി എന്ന് പല പണ്ഡിതന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കാതെ, ഇൽമ പഠിപ്പിക്കാതെ, ഖുർആൻ പഠിപ്പിക്കാതെ, അഖീദ പഠിപ്പിക്കാതെ, ഫിഖ് പഠിപ്പിക്കാതെ, അവരുടെ സ്വഭാവം സംസ്കരിക്കാതെ വളർത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 10-40 വയസ്സായി വാപ്പായുടെ കയ്യിനേക്കാളും കാലിനേക്കാളും ബലം എൻ്റെ കൈക്കും കാലിനുമാണെന്ന് മക്കൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വാപ്പായിക്ക് റോളില്ല, പിന്നെ വാപ്പായുടെ ശബ്ദത്തിന് വിലയില്ല. വാപ്പാനേക്കാൾ ഒച്ച വെക്കാൻ എനിക്കറിയാം, അല്ലെങ്കിൽ വാപ്പായുടെ കൈയേക്കാൾ ബലം എൻ്റെ കൈക്കാണ്, വാപ്പയുടെ ശരീരത്തെക്കാൾ ബലം എൻ്റെ ശരീരത്തിലാണെന്ന് ഇന്നത്തെ തലമുറയിലെ മക്കൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വാപ്പയും ഉമ്മയും അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഖിയാമത്തിന്റെ അടയാളം ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹാ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കൽ. എന്താ ഇതിൻ്റെ അർത്ഥം? പ്രസവിച്ച ഉമ്മ മക്കളുടെ മുന്നിൽ അടിമയായിട്ട് നിൽക്കേണ്ട ഗതികേട് വരും. അങ്ങനെ വന്നാൽ ഫന്തദിരി സാഅ, ഖിയാമത്തിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോ. വാപ്പാനെ തള്ളി പറയുന്ന മക്കൾ, വാഖ ഉമ്മഹു വാഖ്സ അബാഹു വാദിനാ സദീഖഹു. നബിതങ്ങൾ പറഞ്ഞു, വാപ്പാനെ തള്ളി പറഞ്ഞിട്ട് കൂട്ടുകാരുടെ കൂടെ പോകുന്നവർ, ഉമ്മായെ തള്ളി പറഞ്ഞിട്ട് ഭാര്യയെ അനുസരിക്കുന്നവർ, വാപ്പയുടെ വാക്കിന് പുല്ല് വില കൽപ്പിക്കാതെ കൂട്ടുകാർക്കെതിരെ, മോശമായ കൂട്ടുകെട്ടിനെതിരെ പ്രതികരിച്ച വാപ്പയെ അടിക്കുന്ന മക്കൾ വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസലതൻ വഖസ്ബൻ വഖദ്ബൻ വആയാതിൻ തതാബു. ആകാശത്ത് നിന്ന് തീകാറ്റ് വരുന്നതിന് നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്നതിന് നിങ്ങൾ പ്രതീക്ഷിച്ചോ, കോലം മറിക്കപ്പെടുന്നതിന് നിങ്ങൾ പ്രതീക്ഷിച്ചോ. ആയാതിൻ തതാബു കനിലാമി ബാലിൻ ഖുതിഅത് സിൽകുഹു ഫതതാബു. ഒരു തസ്ബീഹയുടെ മാല പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്ക് പുറകെ, ഒരു മുത്തിന് പുറകെ അടുത്ത മുത്ത് വരി വരിയായി പെട്ടെന്ന് വീഴുന്നത് പോലെ അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അവതരിപ്പിക്കുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ ഒരവസ്ഥയിലേക്ക് എൻ്റെയും നിങ്ങളുടെയും മക്കളായിപ്പോയാൽ പിന്നെ ഖേദിക്കാനേ പറ്റൂ. ജീവിച്ചിരിക്കുമ്പോൾ അവസ്ഥയെ ഞാൻ പറയുന്നത്. പിന്നെ ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്നെയും നിങ്ങളെയും മക്കൾ തിരിഞ്ഞു പോലും നോക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മുൻഗാമികളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. നമ്മളൊക്കെ ഒരു 10-40 വയസ്സുള്ളവരൊക്കെ, ഈ തലമുറയിൽ തന്നെ ഒരു 40-50 വയസ്സുള്ള ആളുകളൊക്കെ വെള്ളിയാഴ്ചയെങ്കിലും ഖബറിനെടുക്കൽ പോകും. ഇല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്നെങ്കിലും വാപ്പാന്റെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ഒരു ഫാത്തിഹ ഓതിയെങ്കിലും ദുആ ചെയ്യും. ആ ഒരു ഭാഗ്യമെങ്കിലും നമ്മുടെ മുൻഗാമികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കാതെ വളർത്തി കഴിഞ്ഞാൽ ആ ഒരു ഭാഗ്യം പോലും നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് ഖബറിൽ രക്ഷപ്പെടാനുള്ള 3 വഴികൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്നു. ഒന്നാമത്തത്, അവൻ പഠിച്ച് പ്രയോജനപ്പെടുത്തി ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത ഇൽമ്, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത നന്മകൾ, അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഖുർആൻ ഓതുന്ന സാലിഹായ മക്കൾ. മൂന്നാമതായിട്ട് അവൻ ചെയ്ത ജാരിയായ സദഖ, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന സദഖകൾ. ഖുർആൻ മുസ്ഹഫ് മേടിച്ചു കൊടുത്തു. ഹദീസിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔ മുസ്ഹഫൻ, ഒരു മനുഷ്യൻ മുസ്ഹഫ് മേടിച്ചു കൊടുത്തു. ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി ഒരു ഖുർആൻ മേടിച്ചു കൊടുത്തു, ഒരു ഖായിദ മേടിച്ചു കൊടുത്തു. അതിൽ ആരൊക്കെ ഓതുന്നോ അതിൻ്റെ എല്ലാം പ്രതിഫലം ഇവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഅ, ഈ ഓതുന്നവൻ്റെ പ്രതിഫലത്തിൽ ഒന്നും കുറയാതെ, ഒന്നും വിട്ടുപോകാതെ ഇതിന് കാരണക്കാരനായ ആളുടെ ഖബറിലേക്കും ഇതിൻ്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കണം. വെക്കേഷൻ സമയമാണ് വരുന്നത്. ഈ സമയത്തൊക്കെ ഇവിടെ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1-ാം തീയതി മുതൽ തുടങ്ങുന്നുണ്ട്. ഈ സമയത്തൊക്കെ ദർസിലേക്ക് കൊണ്ടുവിട്ടിട്ട് അവരെ ദീൻ പഠിപ്പിക്കണം, ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കണം, അള്ളാഹു ആരാണെന്ന് പഠിപ്പിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണെന്ന് പഠിപ്പിക്കണം, ഉമ്മയും വാപ്പയും ആരാണെന്ന് പഠിപ്പിക്കണം, അവരോടുള്ള ബാധ്യതകൾ എന്താണെന്ന് പഠിപ്പിക്കണം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, ഇളയവരോട് എങ്ങനെ പെരുമാറണം, ഉസ്താദുമാരോട് എങ്ങനെ പെരുമാറണം. ഇതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ ആഖിറത്തിൽ നമ്മളെ പിടിച്ചു നിർത്തും എന്നുള്ളത് ഉറപ്പാണ്, അതിലൊരു സംശയവുമില്ല.
ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുമാണ്. പക്ഷേ ഈ തലമുറ നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിച്ചില്ല എങ്കിൽ വേറൊരു പ്രത്യാഘാതം കൂടി നമ്മൾ സ്വീകരിക്കേണ്ടി വരും, നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ ലോകത്ത് വെച്ച് തന്നെ ഈ മക്കളുടെ പേരിൽ എന്നെയും നിങ്ങളെയും പലരും പിടിച്ചു നിർത്തും. ദീൻ പഠിച്ചില്ല എങ്കിൽ ഈ മക്കളുടെ പേരിൽ തന്നെ ഞാനും നിങ്ങളും പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരും. ഈ മക്കളുടെ പേരിൽ വാപ്പയും ഉമ്മയും കോടതി കയറേണ്ടി വരും. ഈ മക്കളുടെ വിഷയത്തിൽ ഈ മക്കളുടെ പേരിൽ വാപ്പയും ഉമ്മയും സമുദായത്തിന്റെ മുന്നിൽ തലതാഴ്ത്തി നടത്തേണ്ടി വരും. വാപ്പയും ഉമ്മയും നാട്ടുകാരുടെ ഇടയിൽ തലകുനിച്ച് നടക്കേണ്ടി വരും. വാപ്പ കഷ്ടപ്പെട്ട സമ്പത്ത് മുഴുവനും നശിച്ചു പോയേക്കാം ഈ മക്കളുടെ പേരിൽ. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കണം. ഖബറിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, ഈ ലോകത്ത് സ്വസ്ഥമായിട്ട് നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ഈ ലോകത്ത് ലഭിക്കണമെങ്കിൽ അവരെ ദീൻ പഠിപ്പിക്കണം. അള്ളാഹിനെ കുറിച്ചും അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചും മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ചും കടമകളെ കുറിച്ചും നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഇത് പഠിപ്പിച്ചില്ല എങ്കിൽ നഊദുബില്ല, അള്ളാഹു കാക്കട്ടെ, നമ്മുടെ മക്കൾ വഴിതെറ്റി പോകും. കാരണം ഇന്ന് വഴിതെറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ മക്കളുടെ മുന്നിലുണ്ട്. വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വിളിക്കുന്നത് മുഴുവനും തിന്മയിലേക്ക്, വിളിക്കപ്പെടുന്നത് മുഴുവനും തെറ്റുകളിലേക്ക്, വിളിക്കപ്പെടുന്നത് മുഴുവനും അക്രമങ്ങളിലേക്ക്. 6-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്ന് ഏതൊരു അറേബ്യൻ സമുദായത്തെയാണോ സംസ്കരിച്ചെടുത്തത്, ആ അറബികൾ പോലും ചെയ്യാൻ മടിക്കുന്ന, ചെയ്യാൻ അറപ്പും വെറുപ്പും ഉളിപ്പും കാണിക്കുന്ന തിന്മകൾ പോലും പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അല്ലേ? നമ്മളൊക്കെ പണ്ട് മുതലേ കേൾക്കാറുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ വന്ന 6-ാം നൂറ്റാണ്ടിനെ കുറിച്ച്. ഇരുണ്ട യുഗം, അന്ധകാരത്തിൻ്റെ യുഗം, ഒരു രാജാവ് പോലും ഭരിക്കാൻ ഇഷ്ടപ്പെടാഞ്ഞ അത്രയും മോശമായ അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പടുകുഴികളിലേക്ക്, അഗാധ ഗർത്തങ്ങളിലേക്ക് ഊളിയിട്ടുകൊണ്ടിരുന്ന സമുദായം എന്നൊക്കെ 6-ാം നൂറ്റാണ്ടിലെ അബൂജഹലിനെയും അബൂലഹബിനെയും ഉത്ബയെയും ഷൈബയെയും കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ എന്താ? ഇന്നത്തെ മനുഷ്യരുടെ അവസ്ഥ എന്താ? അവര് പോലും ചെയ്യാൻ ലജ്ജിച്ച, അവര് പോലും ചെയ്യാൻ നാണിച്ച തിന്മകൾ ഇന്ന് പരസ്യമായിട്ട് വ്യാപകമായിട്ട് ചെയ്യപ്പെടുന്ന കാലം. ഈ ഉമ്മത്തിലെ ഫിർഔൻ, ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ അബൂജഹൽ. ഈ അബൂജഹൽ എപ്പോഴാണ് സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളെ പീഡിപ്പിച്ചത്? ഈ അബൂജഹൽ എപ്പോഴാണ് സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളെ കഴുത്തറുത്ത് കൊന്നത്? ഈ അബൂജഹലിന് വാപ്പയെയും ഉമ്മയെയും കണ്ടാൽ തിരിച്ചറിയാമായിരുന്നു. ഈ അബൂജഹൽ എത്ര മദ്യപിച്ചാലും അമ്മയും പെങ്ങളും അബൂജഹലിന്റെ മുന്നിൽ മാറിപ്പോയിട്ടില്ല. പക്ഷെ ഇന്നത്തെ സമുദായത്തിന്റെ